ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നല്ല നമസ്കാരം. ഞങ്ങളിപ്പോൾ ഫ്രാങ്ക്ഫർട്ടിലാണുള്ളത്. അപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ വന്നപ്പോഴേക്കാണ് എൻ്റെ ഇന്നലത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വീഡിയോ കണ്ടിട്ട് ചിലർ നമ്മുടെ ചില സുഹൃത്തുക്കൾ ചില ഇൻഫർമേഷൻ ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ആദ്യമായിട്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നതെന്ന് പറയുന്നത് ഈ സ്വിറ്റ്സർലൻഡിലേക്കാണ് ഞങ്ങൾ ആദ്യം വിസ എടുക്കുന്നത്. സ്വിറ്റ്സർലൻഡിലേക്കുള്ള വിസ എടുക്കുന്നതിന് നമ്മൾ നെതർലൻഡ് എംബസിയിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അത് ത്രൂ VFS. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അതെന്നിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റും ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ തന്നെ എടുക്കാം. നമ്മൾ ഏതൊക്കെ കൺട്രീസ് വിസിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും നമ്മൾ അതിനകത്ത് കാണിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാൻഡ് ചെയ്തത് ടിക്കറ്റ് ഇതിൻ്റെ ഡമ്മി നമ്മൾ അതിനോടൊപ്പം കൊടുക്കണം. അങ്ങനെയുള്ള പല അങ്ങനെയുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഇതിനോടൊപ്പം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മിലാനിലേക്കാണ് വന്നിറങ്ങിയത്. ഇറ്റലിയിലെ മിലാനിലെ മാൽഫൻസ എയർപോർട്ടിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. അവിടെ വന്നിറങ്ങി അവിടുന്ന് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലേക്ക് ട്രെയിൻ ആണ് ഞങ്ങൾ പോയത്. ട്രെയിൻ അവിടെ പോയി പിന്നെ അവിടെ ഞങ്ങൾ 7-9 ദിവസത്തോളം ഞങ്ങൾ താമസിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ എന്നിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ ജർമ്മനിക്ക് പോരുകയാണ് ചെയ്തത്. ഷെങ്കൻ വിസ ആയതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും യൂറോപ്യൻ യൂണിയനിലുള്ള ഏത് കൺട്രിയിലും നമുക്ക് വിസിറ്റ് ചെയ്യാം. എനി ടൈം നമുക്ക് വിസിറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് കിട്ടിയത് സിംഗിൾ എൻട്രി ആയതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി അല്ല. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ അടുത്ത വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ വരുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ടൂർ ഓപ്പറേറ്റേഴ്സോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെ സെൽഫായിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പോരുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്ലാനിങ് എല്ലാം നമ്മൾ നേരത്തെ നടത്തണം. എന്ന് വരുന്നു, എവിടെയൊക്കെ പോകുന്നു, ഏതൊക്കെ കൺട്രീസിൽ പോകുന്നു, എവിടെയൊക്കെ വിസിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ലാൻഡ്മാർക്സ് ഇതെല്ലാം നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ എല്ലാ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് നമുക്കതെല്ലാം ഈസി ആയിട്ട് എടുക്കാം. ഇതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഹാർഡ് കോപ്പിയിൽ നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ കയ്യിൽ സോഫ്റ്റ് കോപ്പി ഉണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹാർഡ് കോപ്പി ഉണ്ടെങ്കിൽ അതെപ്പോഴും നമുക്ക് പ്രയോജനപ്പെടും. പിന്നെ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ വന്നിറങ്ങുമ്പോഴേക്കും വരുന്നതിന് മുമ്പ് നമ്മൾ പോരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ള നമുക്ക് കുറച്ച് ഏത് കൺട്രിയിലേക്കാണോ പോകുന്നത് ആ കൺട്രിയിലെ കുറച്ച് കറൻസി നമ്മൾ കരുതുന്നത് നന്നായിരിക്കും. എല്ലായിടത്തും ക്യാഷ്ലെസ് ആണ്. കാർഡ് എല്ലായിടത്തും കൊടുക്കാം, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ കയ്യിൽ കുറച്ച് കറൻസി നമ്മൾ കരുതുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ചില സ്ഥലങ്ങളിൽ കാർഡ് എടുക്കത്തില്ല അവർ. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് മസ്റ്റായിട്ട് ഉണ്ടായേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ കൺട്രിയിലെ തന്നെ കുറച്ച് കോയിൻസ് നമ്മൾ ആ രാജ്യത്ത് വന്നു കഴിയുമ്പോൾ തന്നെ കുറച്ച് കോയിൻസ് എങ്ങനെയെങ്കിലും കളക്ട് ചെയ്ത് ചേഞ്ച് ആക്കി നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ്. കാരണം ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എവിടെ ടോയ്ലറ്റിൽ പോകണമെങ്കിലും നമ്മൾ പൈസ കൊടുക്കണം. ഇവിടെ ആണെങ്കിൽ യൂറോ, ചിലയിടത്ത് €1, ചിലയിടത്ത് €1.5, ചിലയിടത്ത് 50 പൈസ സെൻറ്റ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ അത്യാവശ്യമാണ്. റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും ഉൾപ്പെടെ നമ്മൾ കോയിലിട്ടാൽ മാത്രമേ നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്താണ് പറയേണ്ടത്? പിന്നെ ഒരു കുട. കാരണം യൂറോപ്പിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കോൺസ്റ്റൻസി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു ക്ലൈമറ്റാണ്, വെതറാണ് ഇവിടുത്തേത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാതെ ഇരിക്കാം, അവിടെ ചൂടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ കുട എപ്പോഴും ഒന്നായിരിക്കും. പിന്നെ ഷൂ ആയിരിക്കണം നമ്മൾ ഇടുന്നത്. പിന്നെ ആ ക്ലൈമറ്റും നമ്മളൊന്ന് നേരത്തെ ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഡ്രസ്സ് നമ്മൾ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഇപ്പം ഞങ്ങൾ ജാക്കറ്റും ഇതെല്ലാം കരുതിയിട്ടുണ്ട്. പക്ഷെ പരമാവധി ലഗേജ് കുറയ്ക്കണം. ലഗേജ് ഒത്തിരി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. കാരണം ഇപ്പം തന്നെ ഞങ്ങളിപ്പോൾ ലഗേജ് കൊണ്ടുവന്നിരുന്നപ്പോൾ ഞങ്ങൾ നമ്മുടെ ലഗേജ് ഞങ്ങൾക്ക് ട്രോളി ബാഗാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ €5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ലോക്കർ കിട്ടും. ആ ലോക്കറിൽ നമുക്ക് വെച്ച് സേഫായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനെ കറങ്ങേണ്ട അടുത്തെല്ലാം നമുക്ക് കറങ്ങാം. പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ എന്താണ്, ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ സെൽഫായിട്ട് ചെയ്യാവുന്നുള്ളൂ. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തും അവിടുത്തെ കമ്മ്യൂട്ടേഷൻ, അതായത് ട്രാൻസ്പോർട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പേ തന്നെ അതിനെക്കുറിച്ചൊരു ചെറിയൊരു പ്രീ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഓരോ സ്ഥലത്തും ട്രെയിൻ സർവീസാണ് ഉണ്ട്, ബസ്സുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ കാർഡ് മൾട്ടിപ്പിൾ യൂസാണ്. മൾട്ടിപ്പിൾ ട്രിപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ കാർഡിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് അന്വേഷിച്ചിട്ട് അതിനനുസരിച്ചുള്ള കാർഡ് എടുക്കുക. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ആ കാർഡ് എടുത്തത്. ആദ്യത്തെ ദിവസം ഇത്തിരി കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പോൾ പക്ഷേ ട്രെയിനും ഇതും നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിന്, ട്രാം, ബസ് ഇതിനെല്ലാത്തിനും നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കാം. ടാക്സിയും യൂബറും ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ €20 ഒരു കാർഡാണ് ഞങ്ങൾ ഇന്ന് എടുത്തേക്കുന്നത്. സിംഗിൾ
ഡേയ്ക്കുള്ളത്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ എല്ലാം കറങ്ങുന്നതിനും ട്രാമിൽ കയറി പോകാം, ബസ്സിൽ കയറി പോകാം, നമുക്ക് ഇതിലെല്ലാം ട്രെയിനിൽ കയറി പോകാം, അണ്ടർ പാസേജിൽ പോകുന്ന ട്യൂബുണ്ട് അതിൽ കയറി പോകാം. ഇതിനെല്ലാത്തിനും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് അപ്പോൾ നഷ്ടമില്ല. നേരെ നമുക്ക് എന്നിട്ട് എയർപോർട്ടിലേക്ക് ഇവിടുന്ന് പോവുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ടാക്സിയും ഇതും എടുത്ത് നമ്മുടെ പൈസ ഒത്തിരി അതിന് വേണ്ടി പോകത്തില്ല. പിന്നെ ഫുഡ് നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാം എന്നുള്ള ധാരണയിൽ ഒരിക്കലും വരരുത്. ഫുഡ് നമുക്ക് ഏത് ടൈപ്പ് ഫുഡും വെറൈറ്റി ഫുഡ് നമ്മളൊരു വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. അല്ലാതെ ഇവിടെ വന്നിട്ട് ചോറ് കഴിക്കാം അല്ലെങ്കിൽ കപ്പയും മീനും കഴിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കുന്നത് ഇവിടെ സാൻഡ്വിച്ച് ആയിരിക്കും അല്ലെങ്കിൽ ബർഗർ ആയിരിക്കും. അത് നമ്മൾ കഴിക്കണം. ഞങ്ങൾ മിക്കവാറും മാക്ഡൊണാൾഡ്സിൽ നിന്നും KFC നിന്നും അതുപോലെ എന്താണ് പിസ്സ ഇതൊക്കെയാണ് നമ്മൾ മിക്കവാറും തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. നമുക്ക് അധികം ദിവസമില്ല, കൂടി 20-25 ദിവസം അല്ലെങ്കിൽ 15 ദിവസം 18 ദിവസം അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലായിരിക്കാം. പിന്നെ വെള്ളം നമ്മൾ ധാരാളം കുടിക്കണം. വെള്ളം ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് കരുതിയിരിക്കണം. ഒരു ബോട്ടിൽ വെള്ളം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. അത് നമുക്ക് ചൂടുവെള്ളം ഒരു സ്ഥലത്തൊന്നും കിട്ടത്തില്ല. നമ്മൾ ഈ തണുത്ത വെള്ളം, സോഡ ഇതൊക്കെയാണ് സാധാരണ ഇതിൽ കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ചും അത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പിന്നെ വിസിറ്റ് ചെയ്യുന്നിടത്തൊക്കെ എല്ലായിടത്തും തന്നെ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. ടിക്കറ്റ് എടുത്തിട്ടുള്ള മ്യൂസിയംസ് എല്ലാം നമ്മൾ ടിക്കറ്റ് എടുത്ത് തന്നെയാണ് കാണേണ്ടി വരുന്നത്. അപ്പോൾ അതിനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും മെൻ്റലി. അപ്പോൾ നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം നമ്മളൊന്ന് കരുതിയിരുന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രീ ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മേക്സ് അവർ ലൈഫ് ഈസി. അപ്പോൾ അത് കൂടിയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വേറെന്താ, അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ വിശ്വസിക്കുന്നത്. അപ്പോൾ സെൽഫായിട്ട് നമുക്ക് ഇത് ചെയ്ത് പോരാം. നമുക്കൊന്നും പേടിക്കാനില്ല. യൂറോപ്പിലെ ഒരു രാജ്യത്തും നമുക്ക് ഒന്നിനും പേടിക്കേണ്ടതായിട്ടില്ല. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. ടൈമിങ്, പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ ഇതെല്ലാം ഭയങ്കര ഇതാണ്. നമുക്കിവിടെ ഒച്ച എടുക്കാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒച്ചപ്പാട് ഇവർക്ക് ഇഷ്ടമില്ല. ഒച്ചയില്ല ഇവിടെ. വളരെ സൈലൻ്റായിട്ട് അല്ലെങ്കിൽ ലൈറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ എല്ലാവരും ഗ്രീറ്റ് ചെയ്യും. അത് നമ്മളെ ഗ്രീറ്റ് ചെയ്യുക. നമ്മളുടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്കില്ലാത്ത ഒത്തിരി ക്വാളിറ്റീസ് ഇവിടെ ഉണ്ട്. അത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ഉള്ളത്. ഇങ്ങനെ സെൽഫായിട്ട്, അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും അവർക്ക് സെൽഫായിട്ട് ഇതെല്ലാം യൂസ് ചെയ്യാനും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത്. ഇൻഫർമേറ്റീവാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇത്രയും ആണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറിയം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറിയത്തിനും താങ്ക്സ് ടു മറിയം ഫോർ ദ വീഡിയോസ്. ഓൾറൈറ്റ്, ഓക്കെ. സോജി അവിടെ വിശ്രമിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ കുറേ ആൾക്കാരെന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചത്. So thank you so much. We will see you again in Frankfurt Airport. Bye-bye. Take care. നമ്മുടെ ഇതിന് മുമ്പ് പറഞ്ഞ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മിസ് ചെയ്തായിരുന്നു. അതും കൂടി ഒന്ന് ആഡ് ചെയ്യണം അതിനകത്ത്. അതായത് നമ്മൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫിസിക്കൽ സിമ്മിൻ്റെ ആവശ്യമില്ലെന്ന് അറിയാമല്ലോ. ഈ സിമ്മാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എടുത്തത് എയർ ആലോ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. എയർ ആലോ, AIRALO, എയർ ആലോ എന്നാണ് ആ ആപ്പിൻ്റെ പേര്. ആ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ഈ സിം ഈസി ആയിട്ട് നമുക്ക് ഏത് യൂറോപ്പിലേക്കാണോ അമേരിക്കയിലാണോ നമ്മൾ വേറെ ഗൾഫ് കൺട്രിയിലാണോ എവിടെയാണോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അത് നമുക്ക് ചൂസ് ചെയ്ത് നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് കാർഡ് വഴി ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ട്രാവൽ ചെയ്യുന്ന ദിവസം ആ കൺട്രിയിൽ എത്തിക്കഴിയുമ്പോഴേക്കും, എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. വാട്സപ്പും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയെല്ലാം നമുക്ക് അതിനകത്തുനിന്ന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് വളരെ പ്രയോജനം ചെയ്യും. കാരണം അതില്ലാണ്ട് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്തെയും ഓരോ കൺട്രിയുടെയും ഇപ്പം ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ആപ്പുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് DB എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. പിന്നെ മൂവിറ്റുണ്ട്. ഈ ആപ്പിലൂടെയാണ് നമ്മൾ ഈ ട്രെയിനിൻ്റെ സമയവും അല്ലെങ്കിൽ ഇത് എങ്ങോട്ട് പോകുന്നു, നമ്മളിപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഏത് ബസ് പിടിക്കണം, ഏത് ട്രെയിൻ പിടിക്കണം, ഏത് ട്രാം എടുക്കണം എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആ ആപ്പിനകത്തുണ്ട്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി യൂസ്ഫുൾ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ പോരുന്നതിന് മുമ്പ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സിമ്മിൻ്റെ ആപ്പ് ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എയർ ആലോ എന്നാണ് ആ ആപ്പിൻ്റെ പേര്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് അവിടുത്തെ ട്രാൻസ്പോർട്ടിൻ്റെ സംഭവം ഏതാണോ ആപ്പ് കണ്ടെത്തിയിട്ട് ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിലൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ താങ്ക് യു സോ മച്ച്. ബൈ. ടേക്ക് കെയർ. ബൈ.